ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾക്ക് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. വേറൊന്നുമല്ല, അവിയലാണ്. ഇത്രയേറെ പോഷക സമൃദ്ധമായ ഒരു വിഭവം നമ്മുടെ സദ്യയിൽ വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും അവിയൽ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ മധ്യ തിരുവിതാംകൂർ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ അടുപ്പത്തൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചേന കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ ചേമ്പ് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കൂടെ ഞാൻ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഇതൊരു 2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് ചില ചേനയും ചേമ്പും ഒക്കെ നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ വായ ചൊറിയും. ചില ചൊറിയുന്ന ടൈപ്പ് ചേനയും ചേമ്പും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ആ ചൊറിച്ചിലൊക്കെ ഒന്ന് മാറാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. മാത്രമല്ല, നമ്മൾ ഇനി ഇട്ട് കൊടുക്കുന്ന പച്ചക്കറികളൊക്കെ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് വേവുമ്പം നല്ല ടേസ്റ്റുമാണ് നമ്മുടെ അവിയലിന്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ കട്ട് ചെയ്ത് വേണം നമ്മൾ എല്ലാ സാധനങ്ങളും ചേർക്കാന്. കുറച്ച് മത്തങ്ങയൊക്കെ കുറച്ച് മാത്രമേ ചേർക്കാവൂ, കാരണം അതിനകത്തേക്ക് ഒരുപാട് വെള്ളം ഉള്ളതാണ്. വെള്ളമുള്ള പച്ചക്കറികൾ നമ്മൾ കുറച്ച് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ അവിയൽ ഒരുപാടങ്ങ് വെള്ളം പോലെ ആയിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി കുറച്ചുള്ള പച്ചക്കറികളോട് ചേർത്ത് കൊടുക്കാം. ഒരു 3 കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷെ ഒരുപാട് വെള്ളം ഉള്ളത് ഒരുപാട് ചേർത്ത് കൊടുക്കരുതെന്ന് മാത്രം. പിന്നെ നമ്മുടെ പയറില്ല, ചിങ്ങപ്പയർ, അത് ഞാൻ 2 പയർ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചുരയ്ക്കാന്ന് പറയില്ലേ, അതിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തതുണ്ട്. എല്ലാം വളരെ കുറച്ച് മാത്രം മതി. പിന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ചെറിയ വെണ്ടയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തത്. വെണ്ടയ്ക്ക ഒരുപാട് ചേർക്കരുത്, വെണ്ടയ്ക്ക ഒരുപാടായിപ്പോയാൽ നമ്മുടെ അവിയൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ കട്ട് ചെയ്തത്. അതുപോലെ വഴുതനങ്ങയും ഒരുപാട് ചേർക്കരുത്, അപ്പൊ അവിയൽ ഒരുപാട് അങ്ങ് കറുത്തു പോകും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നമുക്ക്. അന്നേരം നമ്മുടെ വെളിച്ചെണ്ണയും ഉപ്പും മഞ്ഞളും എല്ലാം കൂടി നന്നായിട്ടൊന്ന് എല്ലാ പച്ചക്കറികളിലും നന്നായിട്ട് ഒന്ന് പുരണ്ട് കിട്ടും. പിന്നെ ഞാൻ ഈ അവിയൽ ഉണ്ടാക്കുമ്പോൾ മിക്കവാറുള്ള എല്ലാ പച്ചക്കറികളും ഉപയോഗിക്കാറുണ്ട്, പക്ഷെ നമ്മൾ വെള്ളമുള്ള പച്ചക്കറികൾ ഒരുപാട് ഉപയോഗിക്കരുതെന്ന് മാത്രം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഞാൻ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, ഈ പച്ചക്കറികളുടെ വെള്ളത്തിൽ മാത്രമാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. സിമ്മിലിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്, വെന്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ആവി കയറി വന്നിട്ടേ ഉള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിക്കൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല, പച്ചക്കറികളിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഊറി വരുന്നുണ്ട്, കണ്ടോ? അപ്പൊ ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന കുറച്ച് പച്ചക്കറികളൂടെ ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോ ചേർത്ത് കൊടുക്കുന്നത് കായയാണ്. അത് ഞാൻ ഒരു വലിയ കായ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മുരിങ്ങക്കായോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് പടവലങ്ങയാണ്, അത് ഞാൻ നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ്, അപ്പൊ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങാണ്, അതും ഒരു വലിയ ഉരുളക്കിഴങ്ങ് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഞാൻ ഇവിടെ ചേർത്തേക്കുന്നത് തക്കാളിക്കയാണ്. അപ്പൊ ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പച്ചക്കറികൾ ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ എന്താന്ന് വെച്ചാൽ ഇതിന് വേവ് കുറവാണ്, ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ മുരിങ്ങക്കായ്ക്ക് വേവുള്ള മുരിങ്ങക്കയാണെങ്കിൽ ഇത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന മുരിങ്ങക്ക ആയതുകൊണ്ടാണ് ഞാൻ ഈ 2ാമത്തെ പച്ചക്കറികൾ ചേർത്ത് കൊടുത്തപ്പോൾ അതിന്റെ കൂടെ ചേർത്തത്.
അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും വെളിച്ചെണ്ണയുമാണ് നമ്മളുടെ ഈ അവിയലിന്റെ തന്നെ നല്ല ടേസ്റ്റ്, നല്ല മണവും ഒക്കെ കിട്ടുന്നത്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. നന്നായിട്ട് ആവി കയറി ഇതെല്ലാം വേവണം. അപ്പൊ നമുക്കിനി നമ്മുടെ അവിയലിനുള്ള അരപ്പ് റെഡിയാക്കാം. ഞാൻ ഒരു ഇടത്തരം തേങ്ങയുടെ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, പിന്നെ ഒരു 7-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അരഞ്ഞു കിട്ടണം. അപ്പൊ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. ഒട്ടും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിലരുടെ സ്റ്റൗവിന്റെയും അതിന്റെ നമ്മുടെ ആ തീയുടെയും അനുസരിച്ചിരിക്കും നമ്മൾ എത്ര സമയം ഇത് വെക്കണമെന്നുള്ളത്. ഇപ്പൊ എന്റെ ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഒന്നുകൂടി ഇതുപോലെ നമ്മുടെ ഈ പച്ചക്കറികളെല്ലാം കൂടി ഒന്നുകൂടി 4 സൈഡിൽ നിന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി വെക്കണം. ഇതേപോലെ പച്ചക്കറികൾ ഒട്ടും ഉടഞ്ഞു പോകരുത്. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അതിനു മുമ്പായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പൊ ഞാനിത് തുറന്നിട്ടുണ്ട്. എന്താ മണമെന്നറിയാവോ? ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും എല്ലാത്തിന്റെയും കൂടെ നല്ലൊരു മണമാണ് വരുന്നത്. എന്നിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഒരുപാട് നമ്മുടെ പച്ചക്കറികളിട്ട് കുത്തി ഉടയ്ക്കരുത്. തവിയിട്ടും സ്പൂണിട്ടും ഒന്നും നമ്മൾ അവിയൽ ഇതുപോലെ ഇളക്കി കൊടുക്കരുത്. കാരണം പെട്ടെന്ന് ഉടഞ്ഞു പോകും. ഇതുപോലെ ചട്ടുകം വെച്ച് അടുക്കി കൂട്ടി ഇളക്കി തിരിച്ചിടുക മാത്രമേ ചെയ്യാവൂ. പിന്നെ ഞാൻ ഇതിനകത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ അവിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മൾ വെള്ളം ഉള്ള പച്ചക്കറികൾ കുറവാണ് ചേർക്കുന്നതെങ്കിൽ, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ 1-2 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ തേങ്ങയൊക്കെ എല്ലാ സൈഡിലും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് അവിയൽ വെച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു. ഹാപ്പി ഓണം.